എല്ലാവർക്കും നമസ്കാരം. കണ്ണൻ്റെയും രാധാറാണിയുടെയും ഗോപി ഗോപന്മാരുടെയും പാദസ്പർശമേറ്റ ഓരോ സ്ഥലങ്ങളും എത്ര കണ്ടാലാണ് മതിവരിക. വൃന്ദാവന തീർത്ഥയാത്രയുടെ 2ാം ദിവസമായ ഇന്ന് ഞങ്ങൾ പോകുന്നത് രാജസ്ഥാനിലുള്ള കാമ്യവനത്തിലേക്കാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാല്യകാല ലീലകൾ നടന്ന സ്ഥലമാണ് കാമ്യവനം. രാവിലെ 6 മണിക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ബസ്സിലാണ് പോകുന്നത്. പോകുന്ന വഴിയിലൊക്കെ കണ്ടോ, ഇതുപോലുള്ള ചിത്രങ്ങളാണ്. കണ്ണനും ഗോക്കളും പൂക്കളും മരങ്ങളും ഒക്കെ ആയിട്ട്. ചിത്രങ്ങളില്ലാത്ത ചുവരുകൾ വളരെ കുറവാണ്. രാവിലത്തെ പ്രസാദം എത്തി. ഇവിടെ ഈ മരച്ചുവട്ടിലിരുന്ന് കൃഷ്ണരാധമാരെ കണ്ടുകൊണ്ടാണ് നമ്മൾ പ്രസാദമൊക്കെ കഴിക്കുന്നത്. ഓരോ സ്ഥലത്തും എത്തുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ചരിത്രം പ്രഭു ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പ്രഭുവിനെ കൂടാതെ നമ്മളോടൊപ്പം അവിടെയുള്ള വൃന്ദാവനത്തിലുള്ള ഒരു മാതാജി കൂടി ഉണ്ടായിരുന്നു. അവരെല്ലാ ദിവസവും നമ്മളോടൊപ്പം വന്ന് നമുക്ക് എല്ലാ ചരിത്രങ്ങളും കഥകളും എല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ബ്രജിലെ 12 പുണ്യവനങ്ങളിൽ ഒന്നായ കാമ്യവനത്തിൽ നമ്മൾ ആദ്യമായിട്ട് പോയത് ശ്രീ വിമൽ ബിഹാരിജി ടെമ്പിളിലാണ്. ഇവിടെ നമ്മൾ അഗ്രഹാര ക്ഷേത്രത്തിലേക്കൊക്കെ നടന്നു പോവില്ലേ, അതുപോലത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. ഇവിടുത്തെ വ്രജവാസികളിൽ പ്രായം കൂടിയവരെയാണ് നമ്മൾ കണ്ടത് കേട്ടോ. ത്രേതായുഗത്തിലെ വലിയ ഋഷിമാരും മുനിമാരും ഒക്കെയാണ് ദ്വാപരയുഗത്തിൽ ഭഗവാനോടൊപ്പം കഴിഞ്ഞത്. അപ്പൊ ഇവിടുത്തെ വ്രജവാസികളൊക്കെ അവരുടെ പരമ്പരയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ ഇവർക്കൊക്കെ ദക്ഷിണ കൊടുക്കുന്നത് മഹാപുണ്യമായിട്ട് കാണേണ്ടതുണ്ട്. ഇവിടുന്ന് ഞങ്ങൾ പോകുന്നത് കാമ്യവനത്തിലെ മറ്റൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ബസ്സിൽ എല്ലാവർക്കും വിമൽകുണ്ടിൽ നിന്ന് കിട്ടിയ പ്രസാദമൊക്കെ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ ഇങ്ങനെ ചെറിയ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചിലയിടത്തൊക്കെ പണ്ട് കാലത്ത് ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ട സമയത്ത് വിഗ്രഹങ്ങൾ വളരെ സുരക്ഷിതമായിട്ട് ജയ്പൂരിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അന്ന് ജയ്പൂരിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ഓരോ സ്ഥലത്തും ആ വിഗ്രഹങ്ങൾ വെച്ച ഇടങ്ങളാണ് ഇപ്പോൾ ചെറിയ ക്ഷേത്രങ്ങളായിട്ട് അവിടെ പൂജയൊക്കെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലും നമ്മൾ കയറി തൊഴുതിട്ടുണ്ടായിരുന്നു. ബസ് നിർത്തിയെടുത്ത് നിന്ന് വ്രജവികാസ് കുണ്ടിലേക്ക് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ കുറേ പേര് കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് പോയത്. ഇവിടെ 200ഓളം സ്റ്റെപ്സ് കയറാനുണ്ട്. സ്റ്റെപ്പ് കയറാതെ വേറെ വഴിയുമുണ്ട്. പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ ആ സ്റ്റെപ്പിൻ്റെ ഭംഗിയും മുകളിലുള്ള ചരൺ പഹാടിയും ഒക്കെ കാണുമ്പോൾ നമുക്ക് അതിലൂടെ തന്നെ കയറി പോകാനാണ് തോന്നുക. ഇവിടെ ഭഗവാന്റെ പാദം പതിഞ്ഞ ശിലയുണ്ട്. ഇവിടെ നമസ്കരിക്കുമ്പോൾ കൃഷ്ണഭക്തിയാൽ കൃഷ്ണപ്രേമത്താൽ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. കൃഷ്ണ ബലരാമന്മാരും മറ്റ് ഗോപകുമാരന്മാരും ഓടക്കുഴൽ ഊതി കളിച്ച് നടന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ പാറപ്പുറത്തൊക്കെ പാത്രങ്ങളുടെ രൂപങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കണ്ണനും ബാല്യകാല സുഹൃത്തുക്കളും കളിക്കുന്നതിനിടയിൽ ഭക്ഷണം പങ്കുവെക്കാനായിട്ട് ഈ പാറപ്പുറത്താണ് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. കണ്ണൻ്റെ മധുരമനോഹരമായ വേണുനാദം കേട്ടാൽ ശില പോലും അലിയും എന്നാണ് സാരം. കാമ്യവനത്തിൽ പലയിടത്തും കൃഷ്ണപാദം പതിഞ്ഞ ശിലകളുണ്ട്. നമ്മൾ കണ്ടത് 2 സ്ഥലത്താണ്. ഇപ്പോൾ ഞങ്ങൾ ചരൺ വിഹാടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത്.
ഉച്ചക്കലത്തെ പ്രസാദം കഴിക്കാനുള്ള സമയമായി. അപ്പോൾ ഇന്നൊരു ദേവീ ക്ഷേത്രത്തിലാണ് നമ്മുടെ പ്രസാദം റെഡി ആയിട്ടുള്ളത്. ഞങ്ങൾ മുറ്റത്ത് എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവിടുത്തെ പൂജാരി ഞങ്ങളെ അകത്തേക്ക് ക്ഷണിച്ചു. അപ്പോൾ പ്രഭു പറഞ്ഞു, ഇതാണ് യഥാർത്ഥ ഭക്തനെന്ന്. ഈ ക്ഷേത്രത്തിൽ നമുക്ക് പതിവിലും കൂടുതലായിട്ടുള്ളൊരു സ്വീകരണമാണ് ലഭിച്ചത് കേട്ടോ. എല്ലായിടത്തും നല്ല സ്വീകരണം തന്നെയാണ്, പക്ഷേ ഇവിടെ കുറച്ചും കൂടി സ്പെഷ്യലാണെന്ന് പറയേണ്ടതുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പുറകുവശം ഈ ഭാഗം മൊത്തം കാമ്യവനത്തിൽ പെട്ടിട്ടുള്ളതാണ്. ഇത്രയും മനോഹരമായ ഒരു സ്ഥലമാണ് കാമ്യവനം. ഇവിടുത്തെ പാറകൾക്കൊക്കെ നല്ല വെളുപ്പ് നിറമാണ്. കണ്ണനും കൂട്ടുകാരും ലീലകളാടിയത് കുറച്ച് സ്ഥലത്തൊന്നുമല്ല, ഒരുപാട് വലിയ കാമ്യവനത്തിൽ അവർ ഓടി നടന്ന് കളിക്കുകയായിരുന്നു. ഇതാണ് പിശൽനി ശില. ഇവിടെയാണ് ഭഗവാനും ബലരാമനും അവരുടെ കൂട്ടുകാരും അങ്ങനെ എല്ലാ ഗോപന്മാരും ഇഴുകി കളിച്ചിരുന്ന സ്ഥലം. നല്ല വെയിലായിരുന്നു, എന്നിട്ടും ആ പാറപ്പുറത്തിരുന്ന് ഇഴുകി വരാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായി. പിന്നെ വേറൊരു വിശ്വാസം കൂടി ഇവിടെ ഉണ്ട്. ഇവിടെ 3 പ്രാവശ്യം ആ മുകളിൽ നിന്ന് താഴേക്ക് ഇഴുകി വന്നാൽ അടുത്ത ജന്മത്തിൽ പാമ്പായി ജനിക്കില്ല എന്നുള്ളൊരു വിശ്വാസം കൂടിയുണ്ട്. ദ്വാപരയുഗത്തിലുള്ള ഒരു പാറ തന്നെയാണ് ഇത്. കത്തി നിൽക്കുന്ന വെയിലിൽ ചുട്ടുകൊള്ളുന്ന പാറയിലൂടെ ഊർന്നിറങ്ങുക അസാധ്യമാണെന്ന് എനിക്ക് തോന്നി. അന്നേരം ഞാൻ യഥാർത്ഥ ഭക്തയല്ലെന്നൊരു ചിന്ത കൂടി ഉള്ളിൽ വന്നു കേട്ടോ. പിന്നൊന്നും നോക്കിയില്ല, എൻ്റെ ഭഗവാൻ കളിച്ച സ്ഥലമല്ലേ, ഞാനും പാറയിലൂടെ ഇഴുകി വന്നു. യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ വളരെ അനായാസേന തന്നെ എല്ലാവരും അതിലൂടെ ഇഴുകി വരുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് കൃഷ്ണകാൽപാദം പതിഞ്ഞ മറ്റൊരു സ്ഥലത്തേക്ക് പോകാം. ഇവിടെ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് വരണം. ഒരു ഗുഹ പോലുള്ള ഭാഗമാണിത്. ഇവിടെയും ശ്രീകൃഷ്ണനും ബലരാമനും കൂടി ഒരുപാട് ലീലകൾ ആടിയിട്ടുണ്ട്. അവരുടെ ലീലാസ്ഥലിയാണ് ഈ ഭോജൻ താലി. ഈ ശീലകളിൽ വളരെ വ്യക്തമായിട്ട് കുഴിഞ്ഞിരിക്കുന്ന പാത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അന്ന് കുട്ടികൾ കളിക്കാൻ വരുമ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ എടുത്ത് കൊണ്ടുവന്ന് പരസ്പര സ്നേഹത്തോടെ അവർ അന്യോന്യം പങ്കുവെച്ച് കഴിച്ചിരുന്നു. അപ്പോൾ പങ്കുവെച്ച് കഴിക്കാനായിട്ട് പാറയിലുണ്ടാക്കിയ പാത്രങ്ങളാണ്, ഇതുപോലുള്ള പാത്രങ്ങളാണ് നമ്മൾ നേരത്തെയും കണ്ടത്. കൃഷ്ണനും ബലരാമനും ഒക്കെ ഇങ്ങനെ പാറ കുഴിച്ച് പാത്രം ഉണ്ടാക്കുന്നത് എന്തിനാണെന്നുള്ളൊരു ചോദ്യം ഇത് കാണുന്ന നമുക്ക് വരാം. അതിനുള്ള ഉത്തരം പ്രഭു പറഞ്ഞു തന്നു. കാരണം അവർ രാജാവിൻ്റെ മക്കളാണ്. ഈ പാറപ്പുറത്ത് പാത്രം ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് അവർക്ക് വീട്ടിൽ നിന്ന് സ്വർണ്ണപാത്രം വരെ കൊണ്ടുവരാം. എന്നിട്ടും എന്തിനാണ് ഇത് ചെയ്തത്, എന്തിനാണ് ഇങ്ങനെ ഒരു ലീലയാടിയത് എന്നുള്ളതിൻ്റെ ഉത്തരം ഇതാണ്. എത്രയോ യുഗങ്ങൾക്ക് മുമ്പ് നടന്ന ആ ലീല നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പാറയിൽ തന്നെ പാത്രം ഉണ്ടാക്കിയത്. സ്വർണ്ണപാത്രങ്ങളോ മറ്റു പാത്രങ്ങളോ ഒക്കെ ആണെങ്കിൽ അത് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കില്ലായിരുന്നു. പരസ്പര സ്നേഹത്തോടെ പങ്കുവെച്ച് കഴിക്കുന്നതിൻ്റെ സന്ദേശമാണ് ഈ ഭോജൻ ലീലയിലൂടെ ഭഗവാൻ നമുക്ക് തരുന്നതെന്ന് പരമഭക്തിയോടെ സ്മരിക്കാം. ഈ ക്ഷേത്രത്തിനും അവിടുത്തെ പാദശീല നിൽക്കുന്ന ഭാഗത്തിനൊക്കെ ഏറെ പ്രത്യേകതകളുണ്ട്. അവിടുത്തെ ചരിത്രമൊക്കെ നമുക്ക് പൂജാരി പറഞ്ഞു തന്നു. പ്രഭു അതൊക്കെ വിവർത്തനം ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു.
ഈ വഴിയുടെ ഇരുവശത്തുള്ള വീടുകളിൽ കുറേ കുട്ടികളുണ്ട്. ഈ കുട്ടികളൊക്കെ നമുക്ക് അവർ കാണിച്ചു തരുന്നുണ്ട്. നമ്മളാണ് ദൃഷ്ടിപ്പെടും എന്നൊക്കെ പറയാം. ഇവർ കുട്ടികളെ നമ്മൾ കാണുന്നതും തൊടുന്നതും അവരെ കൊഞ്ചിക്കുന്നതും ഒക്കെ ഇഷ്ടമുള്ളവരാണ്. ഈ തെരുവിൽ മൊത്തം കുഞ്ഞു മക്കളുടെ രാധേ രാധേ വിളിയാണ് കേട്ടോണ്ടിരിക്കുക. ഇപ്പം ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഗോപിനാഥ് ജി ടെമ്പിളിലാണ് കേട്ടോ. രാധാ ഗോപിനാഥ് ജി ടെമ്പിളാണ് ഇത്. ഇവിടെ ഫ്രണ്ടിലായിട്ടുള്ളത് പുരി ജഗന്നാഥാണ്. ജഗന്നാഥ് രഥയാത്ര ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് പറയുന്നു. ഇവിടുത്തെ ഐതിഹ്യം ഇതാണ്. 4500 വർഷം മുമ്പ് ജാൻവി മാത ഇവിടെ വന്ന സമയത്ത് ജാൻവി മാതാക്ക് ഒരു ആഗ്രഹം, കൃഷ്ണ ഭഗവാന് വേണ്ടിയിട്ട് സേവ ചെയ്യണമെന്ന്. അങ്ങനെ മാതാജിയുടെ ആഗ്രഹം സാധിച്ചു. ഭഗവാനിൽ ശരണാഗതി നേടി. അതിനുശേഷം ഭഗവാന്റെ അടുത്തായിട്ട് ജാൻവി മാതാക്ക് ഇരിപ്പിടം നൽകി. അപ്പോൾ രാധാറാണി എന്താ ചെയ്തതെന്നറിയോ? രാധാറാണിയുടെ സ്ഥലം തന്നെ ജാൻവി മാതാക്ക് ഒഴിഞ്ഞു കൊടുത്തു. കാരണം അവരുടെ ഭക്തി അത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് രാധാറാണി അത് ചെയ്തത്. ഇവിടുത്തെ കൊത്തുപണികളും ചുവർ ചിത്രങ്ങളൊക്കെ നോക്കി അങ്ങനെ ഇരുന്നു പോവും. അത്രയും ഭംഗിയായിട്ട് ഗോപികമാരുടെ ചിത്രങ്ങളൊക്കെ അവിടെ മുകൾ ഭാഗത്തായിട്ടുണ്ട്. കാമ്യവനത്തിൽ സെക്കൻഡ് ഡേ നമ്മൾ ലാസ്റ്റ് പോയത് കാമേശ്വർ മഹാദേവ് ക്ഷേത്രത്തിലേക്കാണ്. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്ന ദേവനാണ് കാമേശ്വർ മഹാദേവ്. ഇവിടെ പ്രാർത്ഥിച്ചാൽ അതിന് പൂർണ്ണ ഫലമാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്നു. ഒരുപാട് കൃഷ്ണലീലകൾ ഇവിടെ നടന്നിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. വൃന്ദാവന തീർത്ഥയാത്രയിലെ 2ാമത്തെ ദിവസം നമ്മൾ കണ്ട കാഴ്ചകളും സ്ഥലങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനിയും നമുക്ക് ഒരുപാട് ദൂരം പോകേണ്ടതുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ തിരുത്തുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ അറിവുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അത് പറഞ്ഞോളൂ കേട്ടോ. കാരണം മറ്റുള്ളവർക്ക് കൂടി അത് ഉപകാരപ്രദമായിരിക്കും. ഇനിയും കൃഷ്ണവിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.